ഹേ ഗൈസ്, എല്ലാവർക്കും ഷാരോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്രാൻസിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും ഗതാഗത മന്ത്രിമാരെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വളരെ വലിയൊരു ഗതാഗത സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഞാനൊക്കെ ശരിക്കും ഇവിടെ വന്നിട്ട് അന്താളിച്ച് ഓരോ കാര്യങ്ങളുണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ. അപ്പോൾ നിങ്ങളും ഈ ഒരു വീഡിയോ കാണാം. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 4 ടൈപ്പും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബസ്സാണ്, രണ്ടെന്ന് പറയുന്നത് ട്രെയിൻ, മൂന്ന് പറയുന്നത് മെട്രോ, നാലെന്ന് പറയുന്നത് ട്രാം എന്ന് പറയുന്ന സംഭവം. ട്രാമായിരിക്കും നമുക്ക് പലർക്കും അറിയാൻ പാടാത്ത സംഭവം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ റോഡിൻ്റെ നടുക്കേ കൂടി ഒരു ട്രാക്ക് പോലെ പോയിട്ട് അതേ കൂടി ഒരു ബസ് പോലത്തെ ഒരു ഐറ്റം ഇങ്ങനെ പോകും. അതിന് ട്രാം എന്ന് പറയണത്. അത് ഭയങ്കര അടിപൊളിയാണ്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ 1853 കാലഘട്ടത്തിലാണ് ഇവിടെ ട്രാം ഫോം ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെയുള്ള എല്ലാ ട്രെയിനുകളും മെട്രോകളെല്ലാം അണ്ടർഗ്രൗണ്ടാണ്. അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആഴത്തേക്ക് ഒരു 4-5 എസ്കലേറ്റർ ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ഈ പറയണ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ഒരു ട്രെയിനിലേക്ക് മെട്രോയിലേക്ക് എത്താൻ പറ്റണം. അത്രയും താഴ്ചയിലാണ് ഇവിടെ എല്ലാം പണിത് വെച്ചേക്കണത്. പക്ഷേ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഇതൊക്കെ അതിൻ്റെ മുകളിൽ മാളുകൾ, അതിൻ്റെ മുകളിൽ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ എങ്ങനെ പണിതെന്നുള്ളത് ഒരുപാട് നമ്മളിങ്ങനെ ചിന്തിച്ചു ഇത് കാണുമ്പോൾ. അത്രയും അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് സൈക്കിളാണ്. നമുക്കിവിടെ റീചാർജ് ചെയ്തുകൊണ്ട് സൈക്കിളാണ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ മെട്രോയിലൊക്കെ സൈക്കിളുള്ള പോലെ തന്നെ ഇവിടെ സൈക്കിളുകളുണ്ട്. അതിൽ നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. കാർഡ് ഉപയോഗിച്ച് സൈക്കിൾ യൂസ് ചെയ്ത് അങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ട്രാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ച് ഇപ്പോൾ എനിക്ക് ട്രാമിൻ്റെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്യണം പോകാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് സിഗ്നൽ ഇപ്പോൾ ഉണ്ട്. അവിടെ ഗ്രീൻ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. ഇപ്പോൾ അത് ഗ്രീനാവും. ഗ്രീൻ ആയി കഴിയുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. ആ സമയത്ത് വേറൊരു വണ്ടി പോലെ ഇടയ്ക്കൊരു വരത്തില്ല. ഇപ്പോൾ ഈ ഒരു കാറൊക്കെ കണ്ട, ചെറിയ ആമക്കാറുള്ളത്തെ കാറൊക്കെ ഇപ്പോൾ ഗ്രീനാണ്. നമുക്ക് നേരെ ട്രാമിൻ്റെ അങ്ങോട്ട് നടന്ന് പോവാം. ഇവിടെയാണ് ട്രാമുള്ളത് കേട്ടോ. ഈ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കണം. ഇവിടെ സമയമല്ല ഇത് കാണിക്കും. അവർ എത്ര മിനിറ്റിനുള്ളിലാണ് വരുന്നതൊക്കെ ഇത് കാണിക്കും. കാശ് ഇതുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ സാധാരണ ചെറിയൊരു വഴിയാണ് ഇവിടെ ബസ്സിനൊക്കെ പോകാൻ കൊടുത്തേക്കണം. ബസ്സിനും കാറിനൊക്കെ പോകാനായിട്ട് വളരെ ചെറിയൊരു വഴിയാണ് കൊടുത്തേക്കണം. അതേസമയം ട്രാമിന് പോകാൻ വേണ്ടി കൊടുത്തേക്കുന്ന ലൊക്കേഷൻ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് സ്പേസ് ഉണ്ട് ട്രാമിന് വേണ്ടിയിട്ട്. അപ്പുറത്തായാലും ചെറിയൊരു റോഡിനെ കൊടുത്തേക്കണത്. ഈ ഒരു ഇത്രയും സ്പേസിൽ ഇത്രയും വലിയൊരു പോർഷൻ എന്ന് പറയുന്നത് ട്രാമിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ട്രാം, ട്രെയിൻ, മെട്രോ, ബസ്, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു കാർഡ് ആവശ്യമാണ്. നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇവർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് കാർഡായിരിക്കും. ആ ഒരു ടൂറിസ്റ്റ് കാർഡിന് ഏകദേശം ഒരു 89 യൂറോ അടുത്ത് റേറ്റ് വരും. അതായത് നാട്ടിലത്തെ ഒരു 7500 അടുത്ത് റേറ്റ് വരും. അപ്പോൾ ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലായിടത്തും ഇപ്പോൾ ഞാൻ എടുത്തേക്കണത് പാരീസിലുള്ള ഒരു 5 സോണിലേക്കുള്ള സാധനം എടുത്തേക്കണത്. 5 സോണിലേക്കുള്ളൊരു പെർമിഷൻ എനിക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ 5 സോണിലേക്ക് എനിക്ക് ഈ ഒരു സാധനം വെച്ച് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ആദ്യം വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ ടൂറിസ്റ്റായിട്ടൊക്കെ വരും. നമുക്ക് ഇവർ തരുന്നത് ഈ 89 യൂറോൻ്റെ സാധനം മാത്രമായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡൻറ്റ് കാർഡൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ഇമാജിനർ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാർഡ് കിട്ടും. അതിന് ഏകദേശം ഒരു മാസം 35 യൂറോ വെച്ച് 40 യൂറോ 35 യൂറോ അടുത്ത് റേറ്റാണ് നമ്മുടെ നിന്ന് അവർ പിടിക്കുന്നത്. അപ്പോൾ വളരെ അതേ നാട്ടിലത്തെ ഒരു പറയുകയാണെങ്കിൽ 3500 3400 ആ റേഞ്ചിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും ഒരു പൈസ കട്ടാവും. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് വെച്ചിട്ട് ഇവിടെ യാത്ര ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാർഡില്ലാണ്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ചെക്കിങ് ഉണ്ടാവും. അവിടെ പോലീസുകാരൊക്കെ ഒന്ന് എപ്പോഴും ചെക്കിങ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ 50 യൂറോ അല്ലെങ്കിൽ 80 യൂറോ ഒക്കെ ഫൈൻ കിട്ടും. നാട്ടിലത്തെ ഒരു 5000-8000 രൂപ അടുത്ത് ഫൈൻ കിട്ടും. അപ്പോൾ കാർഡ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമില്ല, ആരും ചോദിക്കാനും വരത്തില്ല, ഒരു സീനുമില്ല. അതുപോലെ നമുക്കിവിടെ ഒരു ഫോട്ടോ ഉണ്ട് ഈ ഒരു കാർഡിനകത്ത്. ഈ കാണുന്ന ഫോട്ടോ നമ്മൾ ഒട്ടിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ടൂറിസ്റ്റ് കാർഡ് എടുക്കുമ്പോൾ അതിനകത്ത് ഫോട്ടോ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മളതിൽ പേര് ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഫൈൻ കിട്ടും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ റൂൾസ് കറക്റ്റായിട്ട് പാലിച്ച് പോയില്ലെങ്കിൽ ഫ്രാൻസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പിന്നെ ഇവിടെ കണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ ഒരുപാട് ബൈക്കുകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി ബൈക്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല നല്ല സൂപ്പർ ബൈക്കുകളുടെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ്. ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾക്ക് ഇംഗ്ലീഷ് കാര്യമായിട്ട് ഇവിടെ അറിയാൻ പാടില്ല. എല്ലാവരും ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. സാധിക്കുമെങ്കിൽ ബൈക്കുകളിലൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് സെയിൻറ്റ് ഡെനി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ സെയിൻറ്റ് ഡെനിയിലേക്കുള്ള വണ്ടി വരും. അതായത് ട്രാം വരും. ഈ ഒരു ട്രാക്കിലേക്കാണ് ട്രാം നിൽക്കുന്നത്.
ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ കാർഡ് വാലിഡേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മുടെ ട്രാം അവിടെ നിന്ന് വരുന്നുണ്ട്. ആ ട്രാമിൻ്റെ മേളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ട്രാമിൻ്റെ നമ്പർ T8 എന്നാണ് ഈ ട്രാമിൻ്റെ നമ്പർ. അതുപോലെ ഈ സ്ഥലത്തേക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ട്രാം പോകണേ ഇതെല്ലാം എഴുതി കാണിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് അങ്ങനെ നമ്മൾ ട്രാം പോയൊക്കെയാണ്. ഇത് നമുക്ക് അടുത്തത് ട്രെയിനാണ് പിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സെയിന്തനി എന്ന് പറയുന്ന മെയിൻ സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു മെയിൻ സ്റ്റേഷനാണത്. ഇവിടെ നിന്നാണ് മിക്ക സ്ഥലത്തേക്ക് ട്രെയിൻസൊക്കെ ഉണ്ട്. നമുക്ക് ഒരു 15 മിനിറ്റ് വീട്ടിൽ നിന്ന് ദൂരമുള്ള ഇങ്ങടേക്ക് ആ ഒരു പാസ് കടന്ന് പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കാർഡ് ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു കാർഡ് അവിടെ കാണിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാർഡിലാണ് നമ്മളിപ്പോൾ ഒരാൾ കയറുന്ന ഗ്യാപ്പിലൂടെ കൂടി കയറാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്ത് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ 80 euro ഫൈനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കാണിച്ചു തരാം. ഇതുപോലെ കാർഡ് നമ്മൾ ഇവിടെ വാലിഡേഷൻ ചെയ്യണം. ഈ സാധനം തുറന്നൊരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കയറി പോകണം. ഈ ആൾക്കാരൊക്കെ ഓടണത് ട്രെയിൻ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ഓടണം കേട്ടോ. ഇവിടെ നമുക്ക് ഓരോ ട്രെയിനിനും ഓരോ ആൽഫബറ്റ്സ് ഉണ്ട്. RER, D ഉണ്ട്, H ഉണ്ട്, A ഉണ്ട്, അങ്ങനെ പല പല ഇതുണ്ട്. ഇവിടെ നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കും എങ്ങോട്ടേക്കുള്ള ട്രെയിൻ എത്ര മണിക്കാണ് വന്നതെല്ലാം ഇവിടെ എഴുതി കാണിക്കും കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു എസ്കലേറ്റർ വഴി കയറാം. നമ്മളിപ്പോൾ കയറാൻ പോണത് ഈ ഒരു RER, D എന്നുള്ള സംഭവം കയറിയിട്ടാണ് പോകാൻ പോണത്. ഇവിടെ ഫുൾ എസ്കലേറ്ററിൻ്റെ കളിയാണ്. ഇവിടെ ചെറിയൊരു കയറ്റമാണെങ്കിലും അവിടെ എല്ലായിടത്തും എസ്കലേറ്റർ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ ലിഫ്റ്റ് കാര്യങ്ങളുണ്ടാവും, അതുപോലെ സ്റ്റെപ്പ് ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഓപ്പൺ ഏരിയയിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു എസ്കലേറ്റർ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടാവും അവർ. ഈ ഒരു ലൈനിലാണ് RER, D എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ട്രെയിൻ വന്ന് നിർത്തും. അങ്ങനെ നമുക്ക് ഇതിന് കയറി പോവാം. ഇത് മറ്റേ ബുള്ളറ്റ് ട്രെയിനാണ്. ഓരോ കൺട്രീസിലേക്ക് പോകുന്ന ട്രെയിനാണത്. ഇത് നേരെ പോകുന്ന ജർമ്മനിയിലേക്കൊക്കെ ആയിരിക്കും ട്രെയിൻ പോകുന്നത്. ഏകദേശം 500 km/h സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന ട്രെയിനാണത്. ഇപ്പോൾ ഇതിൽ കൂടെയൊക്കെ നോർമൽ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ സ്ട്രെയിറ്റ് ഇതാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പോകുന്നത് ഭയങ്കര സ്പീഡിലായിരിക്കുള്ളൂ. പക്ഷേ ഇതൊന്നും നേരിട്ട് കാണാൻ പറ്റില്ല. അതൊന്നും നമുക്ക് പോകാനുള്ള RER, D ആണ് വന്നേക്കണത്. ഇതിൽ കയറിയാണ് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം കേട്ടോ. ഈ RER എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രെയിനിനെ ഉദ്ദേശിക്കണം കേട്ടോ. ഇവിടെ മേളിലേക്കും ഉണ്ട്, താഴേക്കും ഉണ്ട്. മേളിലേക്ക് ആ മേളിൽ കാണുന്ന ആ ഭാഗത്ത് എഴുതി കാണിക്കും അടുത്ത സ്റ്റേഷൻ ഏതാന്നുള്ള മേളിൽ എഴുതി കാണിക്കും. ഇത് നമ്മളെ തുരങ്കത്തിലേക്ക് കയറി പോകാൻ വേണ്ട. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് ഷത്രെ ഹാൽ എന്ന സ്റ്റേഷനിലാണ്. അപ്പുറ സ്ഥലം ആൾക്കാരൊക്കെ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കണതാണ്. ഇവിടെ നമുക്കിങ്ങനെ സ്നാക്സ് അല്ലെങ്കിൽ ജ്യൂസ് കാര്യങ്ങൾ ഇതെല്ലാം ഈ ഒരു മെഷീനിൽ നിന്ന് കിട്ടും. കാർഡ് ഇട്ട് അല്ലെങ്കിൽ ക്യാഷ് ഇട്ട് വേണം നമുക്കിതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ വന്നത് RER, D വന്നത്. അതിൻ്റെ മാപ്പ് കാര്യങ്ങളാണ്, റൂട്ടും കാണിച്ചത്. അണ്ടർഗ്രൗണ്ടാണ് എല്ലാം. ഇവിടുത്തെ എല്ലാ മെട്രോയും കാര്യങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് മേളിൽ കാണിച്ചിട്ടുണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് എടുക്കേണ്ട RER A ആണ്, അത് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമ്മൾ RER A പിടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ടാണ് ഇവിടെ എല്ലാം. അണ്ടർഗ്രൗണ്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്, ഉണ്ടോ? ഉടുക്കാത്ത തിരക്കാണ്. RER A എന്ന് പറഞ്ഞ ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് ലാ ഡിഫൻസ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അവിടെ നമുക്ക് M1 ഉണ്ട്, ട്രാം 2 ഉണ്ട്, ബസ് ഉണ്ട്. അതാണ് ആ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. M1 എന്ന് പറഞ്ഞാൽ മെട്രോ ഒരു പ്രത്യേകതയുണ്ട്, അതിന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ലാ ഡിഫൻസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കണം കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം ട്രാം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു RER അതായത് ട്രെയിൻ എടുത്ത് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മെട്രോയാണ്. മെട്രോ എന്ന് പറയുമ്പോൾ ഇവിടെ മെട്രോയ്ക്കായാലും നമ്പേഴ്സ് ഉണ്ട്. ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിനിന് ABCD എന്ന് പറഞ്ഞ പോലെ മെട്രോയ്ക്കും ട്രാമിനൊക്കെ നമ്പേഴ്സാണ്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന മെട്രോൻ്റെ നമ്പർ എന്ന് പറയുന്നത് മെട്രോ 1 ആണ്, M1 എന്നാണ് പറയണത്. ഇവിടെ നമുക്ക് എല്ലായിടത്തും ബോർഡുകൾ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എടുക്കാൻ പോകുന്ന മെട്രോൻ്റെ നമ്പർ. മെട്രോ M1ലേക്ക് ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക്
മെട്രോ 1 എടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ ഡയറക്ഷൻ കാരണം എല്ലാവരും കാണിച്ചിട്ടുണ്ടാവും. ആദ്യമൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ വഴി തെറ്റി പണ്ടാറടങ്ങി പോകും. അങ്ങോട്ട് പോയി നമ്മൾ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കും പോകണം. ആദ്യമൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ 2-3 തവണ വഴി തെറ്റിയൊക്കെ നമ്മളിതൊക്കെ പഠിക്കുന്നത്. പക്ഷേ നമുക്കുള്ള മെട്രോ വന്ന് ഡ്രൈവറില്ലാത്ത മെട്രോയിൽ കയറാൻ പോകണം നമുക്ക്. സോ ഗൈസ്, ഈ കാണുന്നതാണ് ഡ്രൈവറില്ലാത്ത മെട്രോ കേട്ടോ. ഇത് ഡ്രൈവർലെസ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന മെട്രോ ആണ്. ഇതിൽ ജസ്റ്റ് ഇത് പടങ്ങൾ മാത്രമേ കാണിച്ചേക്കണത്. ഇവരൊരു ചുമ്മാ പടം മാത്രമേ ഉള്ളൂ, ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെട്രോൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഡ്രൈവർലെസ് ആയിട്ടുള്ള മെട്രോൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ അറ്റത്തായിട്ട് നിങ്ങൾക്ക് അതിന് ഡ്രൈവറിലത്തെ പോർഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അടയൊക്കെ ചെയ്യും കേട്ടോ. ഇനി അടുത്ത മെട്രോ വരുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു ഡോറുകൾ ഓപ്പൺ ആവണത്. ഇതാണ് ആ ഡ്രൈവറില്ലാത്ത മെട്രോ. ഈ ഫ്രാൻസിൽ സോർട്ടി എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റിൽ നിന്നാണ്. ഇപ്പോൾ സോർട്ടിന് ഇത് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എക്സിറ്റാണ് കാണിച്ചേക്കണത്. ഇവിടെ എക്സിറ്റിനെ പറയുന്നത് സോർട്ടി എന്നാണ്. ശരിക്കും പ്രൊനൗൺസ് ചെയ്യണ സോർട്ടി എന്നല്ല കേട്ടോ. കാഴ്ച ഈ 6 ഡിഗ്രി ഇപ്പുറത്ത് നോർന്ന് എഴുതിയേക്കണുണ്ട. നോർന്ന് എഴുതി കഴിഞ്ഞാൽ നോർത്ത് നിന്നാണ്, SUD എന്നാണെങ്കിൽ അത് സൗത്ത് നിന്നാണ്. ഓരോ ഇതിനും വ്യത്യസ്തമായ വാക്കുകളാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ പോകുന്ന മാപ്പാണ് കാണിച്ചേക്കണത്. അങ്ങോട്ടേക്കുള്ള റൂട്ടാണ് ഈ കാണിച്ചേക്കണത്. നമുക്ക് ഈ ആരോ മാർക്കൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രാൻസിലുള്ള ബസ് സ്റ്റോപ്പുകൾ. ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ വരുന്ന ബസ്സിൻ്റെ നമ്പറാണ് മേളിൽ ചെയ്തേക്കുന്നത്. 254 ബസ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നമ്പറുള്ള ബസ് മാത്രമായിരിക്കും ഈ ഒരു സ്റ്റോപ്പിൽ നിർത്തുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇവിടെ ഡിജിറ്റലായിട്ടുള്ള ഡിസ്പ്ലേ ആണത്. ഇതിലിങ്ങനെ പരസ്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ ഒരു സ്ക്രീനിലായിട്ട് നമുക്ക് കാണാൻ പറ്റും എത്ര മിനിറ്റിൽ 6 മിനിറ്റിൽ അടുത്ത ബസ് വരും, 17 മിനിറ്റും അടുത്ത ബസ് വരും. അങ്ങനെ ഇവിടുത്തെ സമയം എത്രയാണ്, ടെമ്പറേച്ചർ എത്രയാണ്, ഇതെല്ലാം ഇവിടെ കാണിച്ചു തരും. പിന്നെ അതുപോലെ ഈ ഒരു ബസ് സ്റ്റോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ മാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു ഇവിടുത്തെ ബസ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ മാപ്പ് കാര്യങ്ങൾ, ആ പോണ റൂട്ടെല്ലാം ഈ ഒരു മാപ്പ് ഈ നോട്ടീസ് ബോർഡിൽ കാണിക്കും. പക്ഷെ അപ്പോൾ നമ്മളിത് കാർഡ് ഇവിടെ വാലിഡേറ്റ് ചെയ്യണം. അങ്ങനെ സീറ്റ് കിട്ടണം കേട്ടോ. പിന്നെ കഴിച്ച് നമുക്കിവിടെ ബസ് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിച്ച് അമർത്തിയാൽ മാത്രമാണ് ബസ് നിർത്തുള്ളൂ. ഇപ്പോൾ അപ്പുറത്തെ സ്റ്റോപ്പിലെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു സ്വിച്ച് ഞെക്കിയിട്ട് സ്റ്റോപ്പ് ഞെക്കിയാലാണ് ആ ഒരു സ്റ്റോപ്പിൽ വണ്ടി നിർത്തുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടി നിർത്താണ്ട് പോകും. ഇവിടുത്തെ ബസ്സിനൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡോറിൽ കൂടെ മാത്രമേ എക്സിറ്റ് അടിക്കാൻ പാടുള്ളൂ. കയറണത് ആ ഫ്രണ്ടിലെ ഡോറിൽ കൂടെ തന്നെ കയറണം. എക്സിറ്റ് എപ്പോഴും ഇതിൽ കൂടെയും കയറണം അതിൽ കൂടെ ഇരിക്കണം. ഇല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. നമ്മളിപ്പോൾ ആ ഡോറിൽ ചെന്നിട്ട് നമ്മൾ ഇറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു പുള്ളി ഡോറപ്പം തന്നെ അടച്ചളയും. ഇവിടെ മൈനസ് ഇട്ടേക്കണതാണ്. ഈ ഒരു ഡോറിൽ കൂടെ നമുക്ക് കയറാൻ പാടില്ല, ഇറങ്ങാൻ മാത്രമേ പാടുള്ളൂ. അവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്, അതിവിടെ മാത്രമേ എൻട്രി ചെയ്യാനും പാടുള്ളൂ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ബസ്സുകളും 100% ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പൊല്യൂഷൻ വളരെ കുറവാണ്. ഫ്രാൻസിൻ്റെ ഒരു പുതിയൊരു ഇതാണ് 2050 ആകുമ്പോഴേക്കും ഈ ഒരു രാജ്യത്ത് ഫ്യുവൽ ഉപയോഗിച്ച് ഓടുന്ന എല്ലാ വണ്ടികളും നിർത്തിയിട്ട് ഫുള്ള് EV വാഹനങ്ങളായിരിക്കും എന്നൊരു ന്യൂസ് ഇങ്ങനെ കേട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലം വെറുതെ അടിപൊളിയായിരിക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ഇറങ്ങി നടക്കുമ്പോഴായാലും നല്ല രീതിയിൽ ശ്വസിക്കാനൊക്കെ പറ്റും. നല്ല വായു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനൊക്കെ കാരണം ഈ ഒരു പൊല്യൂഷൻ വളരെ കുറവായതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ സീനറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോട്ടുകളൊന്നും ഈ ഒരു വീഡിയോ എടുത്തിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഫ്രാൻസിൽ പ്രൈവസി ഇഷ്യൂസ് ഭയങ്കര സീനാണ്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾ ഇടയിൽ കയറി വന്ന് അയാളുടെ വീഡിയോ എങ്ങനെ നമ്മുടെ വീഡിയോ പെട്ടുപോയി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രശ്നമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ മനസ്സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ചില ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ഒരു നാട്ടിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല, എങ്ങനത്തെ വീഡിയോ എടുത്താലും ഒരു സീനുമില്ല. പക്ഷെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് വീഡിയോ എടുക്കണതിനൊക്കെ. ഒന്നാമത്തെ നമ്മുടെ കയ്യിൽ ഗോപ്രോ ആണ്. ഒരു ഫോണൊക്കെ നൈസായിട്ടൊക്കെ വെച്ചെടുക്കുക, പക്ഷേ ഗോപ്രോ ആയതുകൊണ്ട് എല്ലാവരും കാണുകയും ചെയ്യും, പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റാനുള്ള വീഡിയോസൊന്നും, പക്ഷേ എങ്കിലും മാക്സിമം ശ്രമിക്കുന്നുണ്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഫ്രാൻസിലേക്ക് വരാൻ നിൽക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയും ഫ്രാൻസിനെ പറ്റിയുള്ള അടിപൊളി വീഡിയോസ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.